സകല ലോകത്തിന്റെയും രാജാവും എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടു. ആ ധന്യവും നിസ്തുല്യമായ നാമത്തിൽ എല്ലാ ദൈവമക്കും എന്റെ വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ബറൂഖ് അദ്ദോനായി എലോഹിനു മെലക് ഹഓലാം. സകല മഹത്വം കർത്താവിനെ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവവചന പഠനത്തിലേക്ക് പ്രവേശിക്കാൻ ദൈവകൃപയിൽ ശരണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ച ഭാഗം അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരു നിർണായക ഘട്ടം, ഒപ്പം തന്നെ പരിശുദ്ധാത്മാവ് ഒരു വലിയ പാഠം പഠിപ്പിക്കുന്ന അധ്യായം കൂടിയാണ് ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം. നമ്മൾ കഴിഞ്ഞ ദിവസം അത് വളരെ വിശദമായി പറഞ്ഞതാണ്. എല്ലാവരും ക്ലാസ്സിൽ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ജനം കൊണ്ട് പുറകോട്ട് ഇറങ്ങുന്നില്ല. എല്ലാവരും വീണ്ടും ദൈവം കൂട്ടിവരുത്തല്ലോ, അതിന് വളരെ സന്തോഷം. അപ്പോൾ ഈ 14-ാം അധ്യായത്തിലെ സംഭവം എന്താണെന്ന് കഴിഞ്ഞ വർഷം പറഞ്ഞതാണ്. 4 രാജാക്കന്മാർ ചേർന്ന് 5 രാജാക്കന്മാരെ തോൽപ്പിക്കുന്നു. സഹോദരപുത്രൻ ലോത്തിനെ ഒക്കെ യുദ്ധത്തിൽ പിടിക്കപ്പെട്ടുകൊണ്ട് പോയപ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവരുവാൻ അബ്രഹാം തന്റെ വീട്ടിലുണ്ടായിരുന്ന 318 അഭ്യാസികളുമായി ചെന്ന് യുദ്ധം ചെയ്ത് അവരെ തിരിച്ചു കൊണ്ടുവന്ന രംഗം. യുദ്ധത്തിൽ കിട്ടുന്ന കൊള്ള മുതലെല്ലാം യുദ്ധം ജയിക്കുന്നവർക്കുള്ളതാണ്. അങ്ങനെ വലിയൊരു സമ്പത്തും കൊള്ള മുതലും ഒക്കെ ആയിട്ട് മടങ്ങി വരുമ്പോൾ ശാലേം രാജാവും സോദം രാജാവും അബ്രഹാമിനെ എതിർപ്പെടുന്നു. ശാലേം രാജാവ് മൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും കൊടുക്കുമ്പോൾ സോദം രാജാവ്, ആ ശാലേം രാജാവ് പറഞ്ഞൊരു വാചകം നിങ്ങൾ ശ്രദ്ധിക്കണം. 14-ാം അധ്യായത്തിന്റെ 18-ാമത് വാക്യം. 14-ാം അധ്യായത്തിന്റെ 18-ാമത് വാക്യം. ശാലേം രാജാവായ മൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അടുത്ത വാക്ക്, അവൻ അവനെ അനുഗ്രഹിച്ചു. എങ്ങനെ അനുഗ്രഹിച്ചു? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. നിങ്ങൾ ആ വാക്യം വിടരുത്. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യഹോവയായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടെ. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ എന്നല്ല, സ്വർഗത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ഇതാണ് അബ്രഹാമിന് ശാലേം രാജാവ് കൊടുത്ത അനുഗ്രഹം. അവിടെ അബ്രഹാമിന് ഒരു വളരെ പ്രധാനപ്പെട്ട ഗൗരവമുള്ളൊരു പാഠം തന്നെ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദൈവം പഠിപ്പിക്കുന്ന ഒരു രംഗം നമുക്ക് കാണാം. എങ്ങനെയാണെന്നുള്ളത് ഞാൻ വിശദമാക്കാം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നോക്കൂ. യുദ്ധത്തിലൊക്കെ ജയിച്ച സഹോദരനെയും സഹോദരപുത്രനെയും ധാരാളം എന്താ പറയാ അനുഗ്രഹങ്ങളും നന്മകളും സമ്പത്തും കൊള്ളമുതലും ഒക്കെ ആയിട്ട് വരുമ്പോഴാണ് ശാലേം രാജാവ് എഴുന്നേറ്റ് വന്ന് അപ്പവും വീഞ്ഞും കൊടുക്കുകയും അബ്രഹാമിനെ അനുഗ്രഹിക്കുകയും ചെയ്യും. ആ സമയത്ത് സോദോം രാജാവ് വന്നിട്ട്, സോദോം രാജാവിന് ഭയങ്കര സന്തോഷമായി. സോദോം രാജാവ് പറഞ്ഞു, ആളുകളെ നീ എടുത്തുകൊള്ളുക, സമ്പത്ത് മുഴുവൻ നീ എടുത്തു, ആളുകളെ എനിക്ക് തന്നേക്കാൻ പറഞ്ഞു. ആ രംഗം നിങ്ങളുടെ മനസ്സിൽ പോകരുതേ. യുദ്ധത്തിൽ കിട്ടിയ മുഴുവൻ സമ്പത്തും അബ്രഹാം എടുത്തു. ഇത്രയും നാട്ടുരാജാക്കന്മാരെ തോൽപ്പിച്ചല്ല, അവരുടെ എല്ലാം പക്കം എല്ലാം അപഹരിച്ചതെല്ലാം ഉണ്ടല്ലോ, ആ സമ്പത്ത് മുഴുവൻ നീ എടുത്തു, ആളുകളെ എനിക്ക് തന്നേക്കാൻ പറഞ്ഞു. നിങ്ങൾക്ക് അത്രയും മനസ്സിലായോ? ആ യുദ്ധത്തിൽ അബ്രഹാമും കൂട്ടരും എത്ര രാജാക്കന്മാരെ തോൽപ്പിച്ചോ അവരുടെ സമ്പത്തുകളൊക്കെ അബ്രഹാം അപഹരിച്ച് തിരികെ കൊണ്ടുവരുമ്പോൾ ആ സമ്പത്ത് മുഴുവൻ ആർക്കുള്ളതാണ്? അബ്രഹാമിനുള്ളതാണ്. സോദം രാജാവ് പറഞ്ഞ സമ്പത്ത് മുഴുവൻ നീ എടുത്തോളൂ, ആളുകൾ എനിക്ക് തന്നേക്കാം. അപ്പോൾ അബ്രഹാം കൈ ഉയർത്തി ദൈവസന്നിധിയിൽ സത്യം ചെയ്തു. എന്താണ്? 22-ാമത്തെ വാക്യം. അതിന് അബ്രാം സോദോം രാജാവിനോട് പറഞ്ഞത്, ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കി എന്ന് നീ പറയാതിരിപ്പാൻ
ഞാൻ ഒരു ചരടാകട്ടെ, ചെരുപ്പ് വാറാകട്ടെ, നിനക്കുള്ളതിൽ യാതൊന്നുമാകട്ടെ എടുക്കയില്ല എന്ന് ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നത ദൈവമായ യഹോവയിലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യുന്നു. ശ്രദ്ധിക്കണേ, ശാലേം രാജാവ് ഉപയോഗിച്ച അല്ലെങ്കിൽ മൽക്കീസേദെക്ക് ഉപയോഗിച്ച അതേ ശൈലി അബ്രഹാം ഉപയോഗിക്കുക. ഞാൻ ഈ പറഞ്ഞ നിങ്ങൾക്ക് വല്ലതും പിടി കിട്ടിയോ? സാധ്യതയില്ല. ഞാൻ ഒന്നുകൂടെ അതിന്റെ പൊരുൾ തിരിച്ചുതരാം, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ അബ്രഹാമിന് കൊടുക്കുന്ന ഒരു വലിയ ലെസൺ. അബ്രഹാമേ, നിന്റെ അനുഗ്രഹവും അതിന്റെ സോഴ്സും ഈ രാജാക്കന്മാരോ അവരുണ്ടാക്കി വെച്ചോ അവരിൽ നിന്ന് അപഹരിച്ചതോ അല്ല. അത്ര മനസ്സിലായോ? അബ്രഹാമേ, നിന്റെ അനുഗ്രഹവും അതിന്റെ സോഴ്സും ഈ രാജാക്കന്മാരോ അവര് ശേഖരിച്ചു വെച്ചതോ അവരുടെ സമ്പത്തോ അല്ല. അവര് തരുന്ന നന്മയല്ല, അവരിൽ നിന്ന് കിട്ടുന്നതല്ല, അവരിൽ നിന്നും അപഹരിച്ചെടുത്തതോ അവര് തരുന്നതോ ആയ സമ്പത്തല്ല നിന്റെ അനുഗ്രഹം. പിന്നെയോ നിന്റെ അനുഗ്രഹവും നിന്റെ അനുഗ്രഹത്തിന്റെ സോഴ്സും നോട്ട് ഫ്രം ദീസ് തിങ്സ്, ഈ രാജാക്കന്മാരിൽ നിന്നല്ല, പിന്നെ മറിച്ച് സ്വർഗത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ അത്യുന്നതായ ദൈവത്താൽ നീ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. JCBക്ക് മറിച്ചാലും മറിയല്ലാത്തൊരു വാക്യം, അതറിയാമോ? Praise the Lord. ആ വാക്യമൊക്കെ വാസ്തവത്തിൽ എന്നെ ഭയങ്കരമായിട്ട് ത്രില്ലടിപ്പിച്ച വാക്യങ്ങളാണ്. അബ്രഹാമേ, നിന്റെ അനുഗ്രഹം ഈ രാജാക്കന്മാരോ അവര് നേടിയതോ അവരുടെ സോഴ്സോ അല്ല. നീ ഒരു അനുഗ്രഹം പ്രാപിക്കുന്നെങ്കിൽ അത് യുദ്ധത്തിൽ കിട്ടിയ നേട്ടങ്ങളൊന്നുമല്ല. നിന്റെ അനുഗ്രഹം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ, അർത്ഥാൽ സ്വർഗത്തെയും ഭൂമിയും സൃഷ്ടിച്ചവനായ അത്യുന്നത ദൈവത്താലാണ് നീ അനുഗ്രഹിക്കപ്പെടുന്നത്. കണ്ടോ? നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? ഒരു ദൈവ പൈതലിന്റെ അനുഗ്രഹത്തിന്റെ സോഴ്സ് അത് മെറ്റീരിയൽ ഫൗണ്ടൻ അല്ലെന്നായി പറഞ്ഞതിന്റെ അർത്ഥം. ഒരു ഫിസിക്കൽ ഫൗണ്ടൻ അല്ല. God himself is the blessing. ദൈവം തന്നെയാണ് അവന്റെ അനുഗ്രഹം. ദൈവമാണ് അവന്റെ ഫൗണ്ടൻ. ദൈവമാണ് അവന്റെ സോഴ്സ്. അത് അബ്രഹാമിനെ നന്നായിട്ട് പഠിപ്പിക്കുക. ഇത് മനസ്സിലായ അബ്രഹാം ശാലേം രാജാവ് പറഞ്ഞ അതേ ശൈലി ഉപയോഗിച്ച് പറയുകയാണ്, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നത ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ സത്യം ചെയ്യുന്നു. എന്താ സത്യം ചെയ്യാൻ കാരണം? സോദോം രാജാവ് എന്നെ സമ്പന്നനാക്കി എന്ന് നാളെ നീയും മറ്റുള്ളവരും പറയാതിരിക്കേണ്ടതിന് നിന്റെ ഒരു ചാക്കനൂലാകട്ടെ, ചെരുപ്പിന്റെ വള്ളിയാകട്ടെ, ഒന്നും എനിക്ക് വേണ്ട എന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ കൈ ഉയർത്തി സത്യം ചെയ്യും. സ്തോത്രം. ഈ 14-15 അധ്യായമൊക്കെ വായിക്കാൻ എന്ത് രസമാണെന്നറിയോ? ഇത്രയും തീരുമാനമെടുത്തു കഴിഞ്ഞപ്പോൾ 15 അധ്യായം തുടങ്ങുക. അതിന്റെ ശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായി. എപ്പോഴാ? അതിന്റെ ശേഷം. ഏതിന്റെ ശേഷം? ഈ തീരുമാനത്തിന് ശേഷം. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ഒരു സ്ട്രോങ് ഡിസിഷൻ എടുത്തു കഴിഞ്ഞപ്പോഴാണ് അബ്രഹാമിന് ദൈവമായിട്ടൊരു യഥാർത്ഥ എൻകൗണ്ടർ ഉണ്ടാകുന്നത്. അബ്രഹാമിനോട് ദൈവം സംസാരിക്കാൻ തുടങ്ങി. ഞാനൊരു കാര്യം പറയാം. ഈ ലോകത്തിലെ രാജാക്കന്മാരും ഈ ലോകത്തിലെ നേതാക്കന്മാരും ഈ ലോകത്തിലെ മറ്റുള്ളവരും തരുന്നതല്ല എന്റെ അനുഗ്രഹമെന്നും എന്റെ അനുഗ്രഹവും ആ അനുഗ്രഹത്തിന്റെ സോഴ്സും അത്യുന്നതനായ ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞ് ആ ദൈവത്തിൽ സത്യം ചെയ്ത് ആഴമേറിയ തീരുമാനമെടുത്ത് നിൽക്കുന്നവനാണ് ദൈവത്തിന്റെ എൻകൗണ്ടർ. അവനാണ് ദൈവിക ദർശനമുള്ളത്.
അവനാണ് ദൈവശബ്ദം കേൾക്കുന്നത്. അവനോടാണ് ദൈവം തന്റെ തിരുഹിതത്തിലെ പദ്ധതി തെളിയിച്ചു കൊടുക്കുന്നത്. കണ്ടോ? അത് മാത്രമല്ല, അതില് ആ 20-ാമത്തെ വാക്യമൊക്കെ ഉണ്ടല്ലോ, 3 ദിവസം പ്രസംഗിക്കാനുള്ള സംഭവം ഉണ്ട് അതിനകത്ത്. നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഒന്നുകൂടെ പറയാം. അബ്രാമേ, നിന്റെ കൂടെ ഉണ്ടായിരുന്ന 318 അഭ്യാസികളും അവരുടെ വെൽ എക്വിപ്മെന്റ്സും അവരുടെ വെൽ ട്രെയിൻഡ് എക്സ്പീരിയൻസും കൊണ്ട് നീ ജയിച്ചതല്ല. പിന്നെയോ ഈ ശത്രുക്കളെല്ലാം തമ്പുരാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് പദത്തിന്റെ അർത്ഥം, കുറെ സാധനങ്ങൾ പാക്ക് ചെയ്ത് നമ്മൾ ഒരാളുടെ കയ്യിൽ കൊടുക്കുന്നില്ലേ, അതേ അർത്ഥം തന്നെ എവിടെ കൊടുത്തിരിക്കുന്നത്. അല്ല, നിന്റെ ഈ സൈന്യ ബലം കൊണ്ടോ 318 അഭ്യാസികളുടെ മെയ്വഴക്കം കൊണ്ടോ അല്ലെങ്കിൽ നിന്റെ ഫൈനാൻഷ്യൽ സ്ട്രെങ്ത് കൊണ്ടോ ഒന്നും നീ ഇവരെ ജയിച്ചതല്ല. പിന്നെയോ നിനക്ക് ശത്രുക്കളായിട്ട് ആരെല്ലാം ഉണ്ടോ അവരെല്ലാം തമ്പുരാൻ പാക്ക് ചെയ്ത് എന്നാ പിടിച്ചോടാന്ന് പറഞ്ഞിട്ട് കയ്യിൽ കൊണ്ട് തന്നു. അങ്ങനാ നീ ജയിച്ചതെന്ന്. സ്തോത്രം. എല്ലാം മനസ്സിലാവുന്നുണ്ടോ? ഇന്നെങ്ങാനും ആയിരുന്നെങ്കിൽ ആ 318 അഭ്യാസികൾക്ക് വേണ്ടിയിട്ടുള്ള തെള്ളും ചില്ലറ വല്ലതും ആയിരിക്കുമോ? അവർക്ക് പ്രോഗ്രാം ആയിരിക്കും. ഇപ്പോഴും കുറെ അഭ്യാസികൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, കുറെ അഭ്യാസികളുണ്ട്. ഇങ്ങനെ അബ്രഹാം ദൈവമായിട്ട് സംസാരിക്കുകയും ദൈവമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത കുറെ അഭ്യാസികൾ ജനത്തെ വഴിതെറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ബിവെയർ ഓഫ് ദം. ദയവായി ഇവരെ കുറിച്ച് നിങ്ങൾ നല്ല അറിവുള്ളവരായിരിക്കണം. ഞാൻ അത്രയും പറഞ്ഞാൽ പോരെ, ഞാൻ ഒത്തിരി അങ്ങോട്ട് തെളിയിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ 5-ാം അധ്യായത്തിലേക്ക് കയറാൻ പറ്റാതിരും. പറയാൻ മടി ഉണ്ടായിട്ടല്ല, നിങ്ങൾക്ക് കാര്യം ഞാൻ ഓങ്ങുമ്പോഴേ കാര്യം മനസ്സിലാകുമല്ലോ. അതുകൊണ്ട് നമ്മൾ ഈ അഴുക്കിന്റെ കാര്യം പറഞ്ഞ് നമ്മുടെ സമയം കളയണ്ട, അതിനുവേണ്ടി മാത്രം ഞാൻ മടങ്ങി വരുന്നു. കണ്ടോ, ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നു അബ്രഹാമിനോട് പറഞ്ഞു. 2, നീ അനുഗ്രഹം പ്രാപിക്കുന്നെങ്കിൽ നിന്റെ അനുഗ്രഹം ഈ രാജാക്കന്മാർ നിമിത്തമോ അവിടുത്തെ സമ്പത്ത് നിമിത്തമോ ഒന്നുമല്ല. അബ്രഹാമെ, നിന്റെ അനുഗ്രഹം അത്യുന്നതനായ ദൈവത്താൽ മാത്രമാണ്. അതവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കഴിഞ്ഞ് സോദോം രാജാവ് വെച്ച് നിർത്തിയ സമ്പത്തൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ 15-ാം അധ്യായം തുടങ്ങുകയാണ്. എന്ത്? ദൈവം ഇറങ്ങി വന്നു, അബ്രഹാമെ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകും. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ നിന്റെ വാളാന്ന് പറഞ്ഞില്ല, അതാ എന്റെ ഏറ്റവും വലിയ സന്തോഷം. ഈ നാളുകൾ നിന്നെ ഇണങ്ങി ആയുധമാക്കി മൂർച്ചുള്ള അമ്പാക്കി നിന്നെ ഉപയോഗിക്കാൻ പോകുന്ന ഒരു വാളാക്കി മാറ്റിയിരിക്കുന്നു എന്ന് ദൈവം തമ്പുരാൻ പറയാഞ്ഞതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കും. സ്തോത്രം. നമ്മൾ കേൾക്കുന്ന ദൂതം മുഴുവൻ ഞാൻ നിന്നെ ഒരു ഇരുവാഴ്ചയുള്ള വാളാക്കി മാറ്റുന്നാക്കി. എന്റെ പൊന്നോ, പ്രവാചകന്മാർ പറഞ്ഞു ഞാൻ നിന്നെ ഇരുവാഴ്ചയുള്ള വാളാക്കി മാറ്റും. വിശുദ്ധ വേദോസിലെ ഒറ്റൊരിടത്ത് ഇരുവാഴ്ചയുള്ള വാളിനെ കുറിച്ച് പറയുന്നത് എന്തിനെ ഉദ്ദേശിച്ചാണ് നമുക്ക് അവിടെ അറിയാം. അപ്പൊ അതിനും മേലെ പോണ ആൾക്കാരാന്നാ പറഞ്ഞു ഇവര്. സ്തോത്രം. പോട്ടെ, നമ്മുടെ സബ്ജക്ട് അതല്ലാത്തോട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു. എന്നാലും പറയാതിരിക്കാൻ ഒക്കത്തില്ല, പറയേണ്ട കാര്യം പറഞ്ഞാലേ പോകാൻ പറ്റും. ദൈവം ഇറങ്ങി വന്ന അബ്രഹാമിനോട് പറയാം, അബ്രഹാമെ ഭയപ്പെടേണ്ട. വായ് ആൻഡ് അങ്ങനെ പറയാൻ കാര്യം അബ്രഹാമിനോട് പറയാം ഭയപ്പെടേണ്ട. എന്തിനാ അങ്ങനെ പറഞ്ഞേ? അബ്രഹാം ശരിക്കും ഭയപ്പെട്ട് നിൽക്കുക, അതിന്റെ കാര്യം. നമ്മൾ ആൾക്കാരെല്ലാം പറഞ്ഞ വേദോസ്യം 365 പ്രാവശ്യം ഭയപ്പെടണമെന്ന പദം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഓരോ ദിവസം ഭയപ്പെടേണ്ട എന്നാണ് അതിനർത്ഥമെന്ന്. അതിലൊരു ദിവസം അബ്രഹാമിനോട് പറഞ്ഞതാണെന്ന് ഒക്കെ അതൊന്നും അല്ല കാര്യം. 365 അല്ല, ഇനി 30 പ്രാവശ്യമുള്ളിൽ നമ്മൾ തന്നെ ബാക്കി ദിവസങ്ങളിൽ ഭയപ്പെടണം. അങ്ങനെ വ്യാഖ്യാനിച്ചു പോകണ്ട. സ്തോത്രം. നമുക്ക് ചില കാര്യത്തിലൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. അതാ ഞാൻ ഇന്നാള് പറഞ്ഞത്, 33.5 വയസ്സിന് നമ്മെ രക്ഷിക്കാൻ കഴിയും,
3 വയസ്സിന്റെ രക്തത്തിന് നമ്മെ വീണ്ടെടുക്കാൻ പറ്റും. അതാണ് യേശു ക്രിസ്തു. എന്ന് പറഞ്ഞ പോലെ 365 പ്രാവശ്യം പറഞ്ഞാലേ ഒക്കത്തുള്ളൊന്നും അങ്ങനൊന്നും അല്ല അതിന്റെ. അങ്ങനെ പറഞ്ഞുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷെ അതാണെന്നും പറഞ്ഞ് നമ്മൾ കൊണ്ടുപോകരുത്. അത്ര ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇവിടെ പറയാം, ഭയപ്പെടേണ്ട. അത് വെറുതെ പറഞ്ഞതല്ല. അബ്രഹാം ശരിക്കും ഭയപ്പെട്ട് നിൽക്കുക. എന്താ കാര്യം? 300 അഭ്യാസികളുമായി ചെന്ന് ടോട്ടൽ 5, 4, 9 എണ്ണത്തെ തോപ്പിച്ചു നിൽക്കുകയല്ലേ. ഞാൻ പറയാം എന്തൊക്കെ കാരണം കൊണ്ടാ അബ്രഹാം ഭയപ്പെടുന്നത്. 1, ഈ രാജാക്കന്മാരെല്ലാം പേടിക്കണം. 2, കൊള്ളമുതലായി കിട്ടിയ സമ്പത്ത് എന്ന് പറഞ്ഞ ഒരു ഹ്യൂജ് എമൗണ്ട് ഉണ്ട്. പക്ഷേ ഒരു നയാ പൈസ പോലും അബ്രഹാം എടുത്തില്ലെന്നുള്ളത് അബ്രഹാമിനെ അറിയത്തുള്ളൂ. നാട്ടുകാർക്ക് അറിയാവോ? നിങ്ങൾ ശ്രദ്ധിച്ചേ. അബ്രഹാം അതിനകത്ത് ഒരു നയാ പൈസ എടുത്തില്ല എന്നുള്ളത് അബ്രഹാമിന് മാത്രം അറിയത്തുള്ളൂ. പക്ഷെ നാട്ടുകാർ പറഞ്ഞു, എന്തോ പൊന്നു, അബ്രഹാമിന് കോളല്ലായിരുന്നു, കോടികൾ കിട്ടിയിട്ടുണ്ട്. ചുമ്മാണോ? പുള്ളി ഒരു മനുഷ്യനോട് 5 പൈസ പോലും കടം ചോദിക്കുന്നില്ല. ഒരു ബുദ്ധിമുട്ടില്ല, പുള്ളി ഉണ്ടാക്കിയിട്ടുണ്ടെന്നേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാർ സമയം കിട്ടുമ്പം അവിടുന്ന് വല്ല അടിച്ചു മാറ്റിയാൽ കൊള്ളാന്ന് പ്ലാനുള്ളവന്മാര് അവരും ഉണ്ട്. ഈ തോൽപ്പിച്ച രാജാക്കന്മാർ അടങ്ങിയിരിക്കോ? അവരുടെ ഭാഗത്തുനിന്നും അറ്റാക്ക് ഉണ്ടാകും. പിന്നെ ഈ ഭയപ്പെടേണ്ടെന്ന് ദൈവം പറഞ്ഞത് 365 ദിവസവും ഓരോ പ്രാവശ്യം പറയുന്നവരോടല്ല, യുദ്ധം ചെയ്യുന്നവനെ ഭയപ്പെടേണ്ടതായിട്ടുള്ളൂ. അതറിയാമോ? ആരും പോകരുതേ, ഞാൻ പറഞ്ഞ നന്നായിട്ട് കേൾക്കണം. യുദ്ധം ചെയ്യുന്നവനെ ഭയപ്പെടേണ്ടതായിട്ടുള്ളൂ. അല്ലാത്തവൻ എന്തോ പേടിക്കാന്? സ്തോത്രം. അബ്രഹാമിനോട് ഭയപ്പെടാൻ ദൈവം പറയാൻ കാര്യം, നല്ലൊരു യുദ്ധം കഴിഞ്ഞിട്ട് നിൽക്കുക. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തോന്ന് യുദ്ധമാ ചെയ്തേ? പിന്നെ ഈ 365 ദിവസത്തെ ഓരോന്ന് എനിക്കുള്ളതാ, എനിക്കുള്ള പ്രോമിസ് വേർഡാ നീ പറയാൻ കാര്യം. വാ തുറന്നാലും ഒരു സ്വോത്രം പോലും പറയാതെ കക്ഷികളും അങ്ങ് ബലപ്പെടുക. ആ വാക്ക് എന്നെ ബലപ്പെടുത്തി. എന്തോന്നിന്? സത്യസന്ധമായിട്ട് പറ, മനസ്സ് തുറന്നു സന്തോഷിച്ചിട്ടും ആത്മനിറവ് ദൈവത്തെ അരച്ചിട്ട് നാളെ എത്രയായി. പിശാചിന് പോലും നിന്നെ വേണ്ട. കാരണം ഇപ്പം പള്ളി ചെന്നാലും ഒന്നും ചെയ്യല, വെളി ഇറങ്ങി അത്രയും പോലും ചെയ്യത്തില്ല. അങ്ങനെയുള്ളതിനെ ആർക്കാ വേണ്ടത്? ആക്റ്റീവ് ആകാത്ത ഒന്നിനെ ദൈവത്തിനും വേണ്ട, പിശാചിനും വേണ്ട. അതറിയാമോ? അതുകൊണ്ടാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ രക്ഷിക്കപ്പെട്ടു വന്നാൽ അവർ ആ പാർട്ടി കാണിക്കുന്ന അതേ തീവ്രത ഇതിനകത്തും കാണിക്കും. എന്ന് പറഞ്ഞതുപോലെ, ഞാനിങ്ങ് ബലപ്പെട്ടു. നീ ബലപ്പെടുന്നത് എന്നാ? എന്തോ കാണിച്ചിട്ടാ? സത്യസന്ധമായിട്ട് പറ, എന്തോന്ന് യുദ്ധമാണ് നിങ്ങൾ ചെയ്തേ? ആരോടും സുവിശേഷം പറയുന്നില്ല. ഈ 10-40 വർഷത്തിനിടയിൽ ഒരാളെ പോലും നേടാൻ ഒത്തിട്ടില്ല, അല്ലേ? അവന്റെ രാജ്യത്തെ ആക്രമിക്കാത്തത്തോളം കാലം അവൻ നിന്റെ ശത്രു അല്ല, നിന്റെ ഫ്രണ്ട് അല്ലേ? പിന്നെന്തിനാ അവനെ പേടിക്കുന്നേ? അവൻ എപ്പോഴും കമ്പനിയാ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പുള്ളിയെ സന്തോഷിപ്പിക്കുന്ന കാര്യം നമ്മൾ ചെയ്യുന്നുണ്ട്, മതിയല്ലോ. സ്വോത്രം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഗ്രഹിക്കുന്നുണ്ടോ? ഗ്രഹിക്കണം. ഭയപ്പെടേണ്ട പറയുന്ന അബ്രഹാം യുദ്ധക്കളത്തിൽ, ഞാൻ എപ്പോഴും പറയും, നമ്മളെല്ലാം യുദ്ധക്കളത്തിലാന്ന് പറയും. പക്ഷെ മുറിവേക്കാൻ നമ്മൾ ആരും തയ്യാറല്ല. വാൾ അതേ വരുന്ന കാണുമ്പോൾ ഇവിടെ 21 ഇരുന്ന് അന്നേരം ശാസിച്ചു വിടും. നമ്മൾ വരുന്ന പ്രവാചകന്മാരും തന്നെ പറയുന്നത്, ഒരു വഴിയാറ്റ് വന്നു, 7 വഴിയാറ്റ് മടങ്ങിപ്പോയി, നിന്നെ തൊട്ടില്ല. ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ക്ലാസ് നിർത്തി പോകരുത്. ക്രിസ്തീയ ജീവിതം പ്രശ്നങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുന്ന ജീവിതമല്ല.
പ്രശ്നങ്ങളെ സധൈര്യം എതിർപ്പെടുന്ന ജീവിതത്തിന്റെ പേരാണ് ക്രിസ്തീയ ജീവിതം. കർത്താവിന്റെ അരികെ വന്നപ്പോ കർത്താവ് ചോദിച്ചു, നിങ്ങൾ ആരെ തിരയുന്നു? നസ്രനായ യേശുവിനെ. ഇത് ഇപ്പൊ അങ്ങോട്ട് പോയുള്ളൂ, ഇപ്പൊ ചെന്നാ പിടിക്കാവുന്നല്ല കർത്താവ് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു. അവൻ അന്നേരം വിട്ടു പൊക്കോണ്ടെന്ന്. രക്ഷപ്പെടാൻ കിട്ടിയ ഒരു ചാൻസ് ആണെന്ന് പറഞ്ഞ കർത്താവ് അവിടെ എന്തെങ്കിലും ഗിമ്മിക്സ് കാണിച്ചോ? ഇല്ല. ഞാനാകുന്നു. യെസ്, ഹിറമാൻ, ടേക്ക് മീ, എടുത്തോ. കണ്ടോ? പ്രശ്നങ്ങൾ ഓടി ഒളിച്ചുള്ള ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം നമുക്ക് അനുവദിക്കുന്ന ഓരോ പ്രതിസന്ധിയുടെ പിന്നിലും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അപ്പോൾ ആ സാഹചര്യം വരുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ, ഈ പ്രതിസന്ധിയും അതിജീവിക്കാൻ ആവശ്യമായി ദൈവകൃപ എനിക്ക് നൽകണമേ. അങ്ങ് എന്തിനാണ് ഇത് അനുവദിക്കുന്നത്? അതിന്റെ പദ്ധതി പൂർത്തിയാകുമ്പോൾ അതിൽ നിന്ന് എന്നെ വിടുവിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ അങ്ങനല്ല, വേരോടെ പറഞ്ഞു പോട്ടെ, ഈ ദേശത്ത് പോലും കാണരുത്. നമ്മൾ പറയുന്ന ഇതിനൊന്ന് ചൊവ്വാക്കാൻ വേണ്ടിയിട്ടാ ഇതെല്ലാം ദൈവം ചെയ്തത്. ഏലിയാവിനെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാ തോട്ടിലെ വെള്ളവും വറ്റിച്ച് ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ട. മനസ്സിലായോ? ഓരോരോ സാഹചര്യത്തിലും നമ്മെ കടത്തി വിടുന്നത് ദൈവം നമ്മെ ട്രെയിൻ ചെയ്തും നമ്മെ പ്രൂവ് ചെയ്തും നമ്മെ ബിൽഡപ്പ് ചെയ്തും നമ്മെ നേരാക്കാൻ ചെയ്യുന്ന ഓരോ പ്രോസസ്സാണ്. നിർഭാഗ്യവശാൽ ആത്മനിറവ് പ്രാപിച്ചു, ദൈവകൃപയില്ല, എവിടെ പോയി ഞാൻ എന്റെ ജീവൻ വെക്കണം എന്നൊക്കെ പാടിയ കക്ഷികൾക്ക് ഒരു പ്രതികൂലം വരട്ടെ. അയ്യോ, രക്ഷിക്കപ്പെട്ട സമയത്ത് തന്നെ തീഷ്ണതയായിരുന്നല്ലേ, എന്തും ചെയ്യാൻ ഭയങ്കര തീപ്പൊരിയായിട്ട് നടന്ന കക്ഷികളൊക്കെ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് ചേമ്പന്താള് പോലെ വാടി. എനിക്ക് മാത്രം തന്നെ പ്രതികൂലം. ഞാൻ അബ്രഹാമിന്റെ കാര്യം കുറച്ചൊരു മുന്നോട്ട് ചെല്ലുമ്പോൾ ഒരു കാര്യം പറയാം. ഈ ദൈവം നമ്മെ അനുഗ്രഹിക്കുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ, ദൈവമേ എന്തിനാ നീ എന്നെ അനുഗ്രഹിക്കുന്നത്? ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടോ? ഇതൊരു വല്ലാത്ത ക്ലാസ് ആയി പോയല്ലേ. ഉണ്ട്. സ്വോത്രം. നമ്മൾ പ്രശ്നം വരുമ്പോൾ ചോദിക്കല്ലേ, എനിക്ക് മാത്രം എന്താണ് കർത്താവ്, എത്ര നാളായി ഞാൻ അനുഭവിക്കുന്നത്? ചോദിക്കുന്നില്ലേ? ചോദിച്ചോ, ഞാൻ എതിര് പറയുന്നില്ല. ദൈവം നമ്മൾക്ക് നന്മ തന്ന് അനുഗ്രഹിക്കുമ്പോൾ എന്തിനാണ് കർത്താവെ എന്നെ അനുഗ്രഹിക്കുന്നത് ചോദിച്ചിട്ടുണ്ടോ? എന്തിനാ നീ എന്റെ പക്കൽ തന്നത്? ഹൗ ഐ ഷുഡ് യൂട്ടിലൈസ് ഇറ്റ്? ഞാനിതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം? അങ്ങ് തന്ന ആരോഗ്യം, അങ്ങ് തന്ന സമ്പത്ത്, അങ്ങ് തന്ന ജോലി, അങ്ങ് തന്നിരിക്കുന്ന ബന്ധങ്ങൾ, അങ്ങ് തന്നിരിക്കുന്ന ഫെസിലിറ്റീസ്, ഇതൊക്കെ അങ്ങ് തന്നതിന്റെ പിൻപിൽ ഇതിലൂടെ ഞാൻ എന്താണ് കർത്താവെ ദൈവനാമത്തിനും ദൈവരാജ്യത്തിനും ഇതിനെ എങ്ങനെ ഉപയോഗിക്കണം, യൂട്ടിലൈസ് ചെയ്യണം? എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? നമുക്ക് ദൂത് മാത്രമേ ഉള്ളൂ. ദൈവം നിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. സ്ഥിതി മാറിയപ്പോഴോ? സോദരൻ, ഞാൻ മടങ്ങി വരുന്നല്ലേ, വിഷയം അവിടെ കിടക്കും. അബ്രഹാമിനോട് ദൈവം പറയാ, നീ ഭയപ്പെടണ്ട. ന്യായമായും പേടിക്കേണ്ട, ഭയപ്പെടേണ്ട ഒട്ടനവധി സന്ദർഭത്തിന്റെ മുൻപിലാണ് അബ്രഹാം നിൽക്കുന്നത്. ഞാനൊരു കാര്യം പറയാം, ആഴമേറിയ തീരുമാനമെടുക്കുന്നതിനോട് ദൈവം നേരിട്ട് ഇടപെട്ട് പറയുക, അബ്രഹാമെ ഭയപ്പെടേണ്ട. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, യുദ്ധക്കളത്തിൽ നിൽക്കുന്നവന് മാത്രമേ ഭയത്തിൻ്റെതായ സാഹചര്യം ഉണ്ടാകുന്നുള്ളൂ. പടക്കളത്തിൽ നിൽക്കാത്തവനൊന്നും പേടിക്കണ്ട. സ്തോത്രം. പടക്കളത്തിലാണോ, പോരാട്ടത്തിലാണോ, യുദ്ധത്തിലാണോ, ന്യായമായും ഉണ്ടാകേണ്ട പേടിയൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഉണ്ടാകും. അതുണ്ടാകണം. അതൊരു എന്താ പറയാ, പോസിറ്റീവ് സെൻസിൽ വേണം നമ്മൾ കണക്കാക്കാൻ. ഞാൻ മുന്നോട്ട് നീങ്ങുന്നു. അബ്രഹാമോട് പറയാം, ഞാൻ മുൻപ് ഇത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവം പറയാണ്, അബ്രഹാമെ ഭയപ്പെടേണ്ട. എന്തുകൊണ്ട്? ഞാൻ നിന്റെ പരിചയം, നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകും.
ഞാൻ നിനക്ക് പ്രതിഫലം തരാമെന്നല്ല, പിന്നെ ഞാനാണ് നിന്റെ അതിമഹത്തായ പ്രതിഫലം. മനസ്സിലായോ? ഞാൻ നിനക്ക് പ്രതിഫലം തരാമെന്നല്ല, ഞാൻ തന്നെയാണ് നിന്റെ പ്രതിഫലം. ഒരു പഴയ പാട്ട് എന്റെ മനസ്സിൽ വരുന്നു. നിന്റെ നിക്ഷേപം അവനെന്നു കരുതാ, എങ്കിൽ സക്ഷേമം അവനിൽ അമരാ. ഇത്ര ശ്രേഷ്ഠനാം ഒരുവൻ നിൻ കൂട്ടേയുള്ള അരികിലുള്ളതിനാൽ എന്തിനാകുലം കലരുന്നെൻ മനമേ. ഇത്ര ശ്രേഷ്ഠനാം ഒരുവൻ നിൻ കൂടെയുള്ളതിനാൽ. എത്ര മനോഹരമായ പാട്ടാണെന്നറിയോ? പറയാ, നിന്റെ നിക്ഷേപം അവനെന്ന് കരുതാമെങ്കിൽ സക്ഷേമം അവനിൽ അമരാം. എന്തിനാകുലം കലരുന്ന മനമേ. പാട്ടിന്റെ ആദ്യം അറിയാമോ? യേശു നായകൻ, സമാധാനദായകൻ, നിനക്കെന്നും ധനമേ, എന്തിനാകുലം കലരുന്ന മനമേ. കണ്ടോ? യേശു നായകൻ, സമാധാനദായകൻ, നിനക്കെന്നും ധനമേ, എന്തിനാകുലം കലരുന്ന മനമേ. ദൈവം നിനക്ക് പ്രതിഫലം തരുമെന്നല്ല അബ്രഹാമിനോട് പറഞ്ഞത്. പിന്നെ പറയാണ്, അബ്രഹാമേ, ഞാൻ തന്നെ നിന്റെ പ്രതിഫലമാണ്. കണ്ടോ? എന്ന് പറഞ്ഞാൽ ലോകം വെച്ച് നീട്ടിയ പ്രതിഫലം വേണ്ട എന്ന് വെച്ചപ്പോൾ, സോദോം രാജാവ് പറഞ്ഞു ഈ സമ്പത്ത് മുഴുവൻ നീ എടുത്തോളാൻ പറഞ്ഞപ്പോൾ, അതൊന്നും വേണ്ടാന്ന് വെച്ചവനോട് ദൈവം തമ്പുരാൻ ഇറങ്ങി വന്ന് പറയുക, എന്റെ നാമത്തിൽ കൈ ഉയർത്തിയല്ലേ നീ സത്യം ചെയ്തത് ഇതൊന്നും വേണ്ടെന്ന്. മനസ്സിലാകുന്നുണ്ടോ? അബ്രാമേ, എന്റെ നാമത്തിലല്ലേ നീ 2 കൈ ഉയർത്തി സത്യം ചെയ്തത് എനിക്ക് ഈ സമ്പത്തൊന്നും വേണ്ടെന്ന്. സോദോം രാജാവ് വെച്ച് നീട്ടിയ പ്രതിഫലം നീ വേണ്ടാന്ന് പറഞ്ഞില്ലേ? എനിക്കത് ഇഷ്ടപ്പെട്ടു. പേടിക്കണ്ട അബ്രഹാമേ, സോദോം രാജാവ് വെച്ച് നീട്ടിയ പ്രതിഫലം എത്ര വലുതാണെങ്കിലും നീ അത് വേണ്ടാന്ന് വെച്ചതിനാൽ, എന്റെ നാമനിമിത്തം വേണ്ടാന്ന് വെച്ചില്ലേ, അതുകൊണ്ട് ഞാൻ നിനക്കൊരു ഉറപ്പ് നൽകുന്നു, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാകുന്നു. സ്തോത്രം. കണ്ടോ? എന്നെ കർത്താവിന്റെ വേലയിൽ നിലനിർത്തുന്ന വാക്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. ഒപ്പം ഈ ഭാഗം ചിന്തിക്കുമ്പോഴെല്ലാം എന്റെ മനസ്സിൽ വരുന്നൊരു രംഗമാണ്. ഞാൻ നമ്മുടെ ക്ലാസ്സിന്റെ ഒക്കെ പ്രാരംഭത്തിൽ പറയാറുള്ളത് പോലെ, നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു പുസ്തകമുണ്ടല്ലേ, ലേവ്യ പുസ്തകം. ആ ലേവ്യ പുസ്തകവും സംഖ്യാപുസ്തകം കൂടെ ഒന്ന് വായിച്ചു നോക്കും. അത് സംഖ്യാപുസ്തകം 7-ാം അധ്യായത്തിന്റെ സംഭവം. ദറ്റ്സ് അമേസിംഗ് ഇൻസിഡന്റ്. പറയാം. ഒരു ദിവസം രാവിലെ മോശയുടെ അടുക്കൽ ഇസ്രായേലിലെ മൂപ്പന്മാർ വന്നു. അവർ വെറുതെ വന്നില്ല. വന്നവരെല്ലാം ദാനധർമ്മങ്ങളെ കൊണ്ടാണ് മോശയെ കാണാൻ വന്നത്. എന്താണ് അവർ കൊണ്ടുവന്ന ഗിഫ്റ്റ്? ദാനധർമ്മം എന്താ? അവർ വന്നു, അവിടുത്തെ ശ്രദ്ധരായ ആൾക്കാരല്ലേ വന്നത്. വന്നവരല്ലേ വെറുതെ അല്ല വന്നത്. മോശയുടെ അടുക്കൽ വന്നപ്പോൾ മോശയ്ക്ക് കൊടുക്കാൻ കൊണ്ടുവന്ന ഗിഫ്റ്റാണ് വണ്ടിയും കാളയും. കാളയുണ്ട്, കാളവണ്ടിയുണ്ട്. ആലയത്തിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ കൊണ്ടുവന്നതാണ്. നമ്മളെങ്ങാനും ആണെങ്കിൽ അന്നേരം തന്നെ നാളുകളായി കച്ചവട നടുവിലായിരുന്നപ്പോൾ ദൈവം തുറന്ന വഴിയാണ് ഇത് എന്നേക്കാൻ പറഞ്ഞു. അന്നേരം യേശുവിന്റെ നാമത്തിൽ പറഞ്ഞ് കൈവച്ച് പ്രാർത്ഥിച്ച് അതിന് പേര് വിട്ട് ഇറ്റ്സ് മൈ ഗോഡ്സ് ഗിഫ്റ്റ് എന്ന കാളവണ്ടിയെ നമ്മൾ എന്തായാലും ലേബലും എഴുതിയേ. മോശ പറഞ്ഞ അവിടെ നിൽക്കി, ഞാൻ ചോദിക്കട്ടെന്ന് പറഞ്ഞു തമ്പുരാനോട്. മോശയുടെ ചില ക്യാരക്ടറൊക്കെ എന്നെ വല്ലാതെ അട്രാക്ട് ചെയ്തിട്ടുണ്ട്. മോശ ദൈവത്തോട് ചോദിച്ചു, ഞാനിത് വാങ്ങണമോ? അപ്പൊ ദൈവം തമ്പുരാൻ പറഞ്ഞു, നീ അത് വാങ്ങിച്ചു, ആലയത്തിലെ ശുശ്രൂഷയ്ക്ക് അത് പ്രയോജനപ്പെടും, മേടിച്ചോളാൻ പറഞ്ഞു. മോശ ഇത് വാങ്ങിച്ചു.
അപ്പോ ഈ വണ്ടിയും കാളയും വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഇന്നത്തെ BMW ഒക്കെ അന്നത്തെ കാളവണ്ടിക്ക് മറക്കരുത്. എനിക്കറിയാതെ ഒരു വണ്ടിയുടെ പേര് ഞാനിങ്ങ് പറഞ്ഞു, അതിനേക്കാൾ ടോപ്പ് പൊസിഷൻ ഉണ്ടെന്ന് ഓർത്തോണം. 1-2 വർഷങ്ങൾക്ക് മുമ്പല്ല, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ്. അന്നൊരു കാളവണ്ടി കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണ് അല്ലേ? എന്നിട്ട് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ BSLO എന്ന് പറഞ്ഞാണ് തോന്നുന്നത്, ഞാൻ മറന്നുപോയി, ഹെർക്കുലീസ് BSLO അങ്ങനെയൊക്കെയുള്ള സൈക്കിളായിരുന്നു ഏറ്റവും ടോപ്പ്. റാലിയുടെ സൈക്കിളൊന്നും പിന്നെ കാണാനുമില്ല, കാരണം അത്രയ്ക്ക് ടോപ്പാണ്. അപ്പൊ ഒരു സൈക്കിൾ കാണുക, സൈക്കിളിൽ കയറുക എന്നൊക്കെ പറഞ്ഞു എന്നാ ഫ്ലൈറ്റിൽ കയറുന്നതിനേക്കാൾ ത്രില്ലായിരുന്നു എന്ന് പറഞ്ഞ പോലെയാണ് അന്ന് കാളവണ്ടി എന്ന് പറഞ്ഞാൽ ഇന്ന് ലംബോർഗിനിയൊക്കെ പോകുന്നതിനേക്കാൾ പദവിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇത് കൊണ്ടുവന്നപ്പോൾ ദൈവം തന്നതാണെന്ന് പറഞ്ഞ് മോശ ചാടിക്കേറി മേടിച്ചില്ല. മോശ ദൈവത്തോട് ചോദിച്ചു, ഞാനിത് വാങ്ങിക്കണമോ? പ്രാർത്ഥിച്ചപ്പോൾ ദൈവാലയം ചോദിച്ചപ്പോൾ ദൈവം തമ്പുരാൻ പറഞ്ഞു, നീ ഇത് വാങ്ങിച്ചു, ആലയത്തിലെ ശുശ്രൂഷയ്ക്ക് ഇത് പ്രയോജനപ്പെടും. മോശ ഇത് വാങ്ങിച്ചു. ഇനി എന്നെ ശ്രദ്ധിക്കണേ, മോശ ഇത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ആലയത്തിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കുന്ന പുരോഹിതന്മാരെ ശ്രദ്ധിക്കണം. അവർ ലേവ്യ ഗോത്രത്തിലെ അഹരോന്യ കുടുംബത്തിലുള്ള പുരുഷന്മാരാണ്. മറക്കരുത്, ലേവ്യ ഗോത്രത്തിലുള്ള അഹരോന്യ കുടുംബത്തിൽപ്പെട്ട ആളുകൾ, അവർക്ക് മാത്രമേ ആലയത്തിലെ ശുശ്രൂഷ ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ. അവരാണ് വേർതിരിച്ചിരിക്കുന്നത്. ഇനി ശ്രദ്ധിക്കൂ, ആ ലേവ്യ ഗോത്രത്തിലെ അഹരോന്യ കുടുംബത്തിൽപ്പെട്ട മെരാരിയർ, ഗർശോന്യർ, കെഹാത്യർ, പേര് മറക്കരുത്, മെരാരിയർ, ഗർശോന്യർ, കെഹാത്യർ, ഈ 3 കൂട്ടർക്കുമാണ് ആലയത്തിനകത്തെ ശുശ്രൂഷയ്ക്കുള്ള റൈറ്റ് ഉള്ളത്. ഓരോരുത്തർക്കും ശുശ്രൂഷയുടെ ഓരോ ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ ആലയത്തിൽ കിട്ടി വണ്ടിയും കാളം കെട്ടിയപ്പോൾ മോശ ഇവരെല്ലാരെയും വിളിച്ചു, മെരാരിയരെയും വിളിച്ചു, ഗർശോന്യരെയും വിളിച്ചു, കെഹാത്യരെയും വിളിച്ചു. എല്ലാവരും സന്തോഷത്തോടെ നിൽക്കും, കാരണം വണ്ടിയും കാളയും വന്നിരിക്കുന്നു. രക്ഷപ്പെട്ടില്ലേ? കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി, നഷ്ടമായില്ല. സ്വോത്രം. എന്നില്ലേ വണ്ടിയൊക്കെ വന്ന് മുറ്റത്ത് വന്ന് കിടക്കുന്നത്. ഇപ്പൊ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നവർക്ക് വണ്ടി കിട്ടരുതെന്നല്ല ഞാൻ പറഞ്ഞു, തെറ്റിദ്ധരിക്കരുത്. വണ്ടി വേണം, പണം വേണം, എല്ലാം വേണം, പക്ഷെ റൂട്ട് മാറരുത്, അവിടെ അഭിഷേകം. ശ്രദ്ധിക്കണേ, ഇത് വന്നപ്പോൾ മെരാരിയരും ഗർശോന്യരും കെഹാത്യരെ മോശ വിളിച്ചു. അവര് വന്നപ്പോൾ മെരാരിയരെ ആദ്യം വിളിച്ചു. മെരാരിയരെ ആദ്യം വിളിച്ചിട്ട് 4 വണ്ടി 8 കാളെ, ഒരു വണ്ടിക്ക് 2 കാള വീതം, 4 വണ്ടിയും കൊടുത്തു, 8 കാളയും കൊടുത്തു. മെരാരിക്ക് ഭയങ്കര സന്തോഷം. ഇത്ര നാളെ ചില്ലറ, അവരുടെ അധ്വാനം ഭയങ്കര കേട്ടോ. ആലയത്തിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടുന്ന വിറക്, മറ്റു സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അടിപ്പിക്കേണ്ട ചുമതല മെരാരികൾക്കുള്ളതല്ലേ. അപ്പൊ അവർക്ക് സമാധാനമായി, ഇനി വണ്ടിയും കാളകളോട് ഇനി ചുമക്കൊന്നും വേണ്ടല്ലോ അല്ലേ? ചുമക്കൊന്നും വേണ്ട, വണ്ടിയെ കൊണ്ടുവരാം. ഈ നമ്മുടെ ഇടയിൽ ഇപ്പൊ ഈ ചുമട് ഒരു വലിയ ഭാരമായി തീർന്നിരിക്കുക അല്ലേ? അപ്പൊ ആർക്കും ഒന്നും കൊണ്ടുപോകുന്ന ഇഷ്ടമല്ല. ഇപ്പൊ എല്ലാം ഈ മൊബൈലിനകത്തായതുകൊണ്ട് ചുമട് പരമാവധി ഒഴിവാക്കി കിട്ടുക, എന്നിട്ട് വാക്യം പറഞ്ഞാൽ പൂച്ച മാന്തും പോലെ മാന്തുക. പോട്ടെ, ഞാൻ ഇപ്പൊ വിടുന്ന, ഞാൻ പിന്നെ പറഞ്ഞോളൂ. അപ്പൊ നിങ്ങൾ വിചാരിക്കും കെഹാത്യന്മാര് ബൈബിൾ ചുമന്നെന്നാണോ ഉപദേശി പറഞ്ഞു വരുന്നതെന്ന്. അല്ലല്ല, ഞാൻ അതിന്റെ വേറൊരു ഭാഗം പറഞ്ഞെന്നുള്ളൂ. അത് മൊബൈലിന്റെ കാര്യം ഞാൻ പിന്നെ പറഞ്ഞോളാം, അതൊക്കെ ഇതിനകത്തുണ്ടല്ലോ, ഞാൻ പറയാം. നോക്കണേ, മെരാരിയർക്ക് 4 വണ്ടി 8 കാളയും കൊടുത്തു. അത് കഴിഞ്ഞവൻ അടുത്തത് ഗർശോന്യരെ വിളിച്ചു. അവർക്ക് 2 വണ്ടിയും 4 കാളയും കൊടുത്തു. അവർക്കും സന്തോഷമായി. മെരാരിയർക്ക് 4 വണ്ടി 8 കാള, ഗർശോന്യർക്ക് 2 വണ്ടി 4 കാള. അടുത്ത ചാൻസ് ആരാ? കെഹാത്യന്മാര്. കൂട്ടത്തിലുള്ള 2 കൂട്ടർക്കും വണ്ടിയും കാളയും കിട്ടിയപ്പോൾ അടുത്ത വണ്ടിയും കാളയും മേടിക്കാൻ കെഹാത്യന്മാർ റെഡിയായി നിൽക്കുക. കെഹാത്യന്മാർ റെഡിയായി വന്നപ്പോൾ തമ്പുരാന്റെ അരുളപ്പാടുണ്ടായി. ഇസ്രായേലിലെങ്ങും കെഹാത്യന് യാതൊരു ഓഹരിയോ അവകാശമോ ഉണ്ടായിരിക്കുകയില്ല. കെഹാത്യന് മാത്രം ഒന്നും കൊടുത്തില്ല. ശ്രദ്ധിക്കണേ, കെഹാത്യന് മാത്രം ഒന്നും കൊടുത്തില്ല. 3 കൂട്ടരെ ഒപ്പം വിളിച്ചതല്ലേ? അതെ, ഒരുപോലെ വിളിച്ചിറങ്ങിയതാണ് കെഹാത്യരും മെരാരിയരും ഗർശോന്യരും. പക്ഷെ കൂടെ ഒരേ സമയത്ത് ഒരുപോലെ ഇറങ്ങിയ മെരാരിയർക്കും ഗർശോന്യർക്കും വണ്ടിയും കാളം കിട്ടി.
അവർ സ്ഥിതി മാറിയിട്ടും കെഹാത്തിന് മാത്രം ഒന്നും കൊടുത്തില്ല. അതെന്താണെന്നറിയാമോ? കെഹാത്തിന് വണ്ടിയും കാളയും കൊടുക്കാൻ കാരണമുണ്ട്. കെഹാത്തിന്റെ ശുശ്രൂഷ വണ്ടിയിലും കാളവണ്ടിയിലും കൊണ്ടുപോകാവുന്നതല്ല. കെഹാത്തിന്റെ ശുശ്രൂഷ ആലയത്തിന്റെ വിശുദ്ധ ഉപകരണങ്ങളെ തോളിച്ചു വെക്കണം. മനസ്സിലാകുന്നുണ്ടോ? പ്രാകാരത്തിന്റെ 60 തൂണുകൾ മുതൽ യാഗപീഠം, താമ്രത്തൊട്ടി, വിശുദ്ധ മന്ദിരത്തിന്റെ 48 പലകകൾ, അതിന്റെ അന്താഴങ്ങൾ, നിലവിളക്ക്, കാഴ്ചയപ്പത്തിന്റെ മേശ, ധൂപപീഠം, കൃപാസനം എന്നു വേണ്ട സകല ഉപകരണങ്ങളും തോളി ചുമക്കാൻ വിധിക്കപ്പെട്ടവനാണ് കെഹാത്യൻ. സ്തോത്രം. അല്ല, ഇത് വണ്ടിയെ കൊണ്ടുപോകാവുന്നതല്ല. 3 കൂട്ടരെ ഒരുപോലെ വിളിച്ചതാണെങ്കിലും കൂടെ ഇറങ്ങിയ 2 കൂട്ടരുടെ സ്ഥിതി മാറിയിട്ടും കെഹാത്തിന്റെ മാത്രം സ്ഥിതി മാറാതിരിക്കും പറയുന്നറിയോ? അല്ലെങ്കിലും നോക്കട, അവന്റെ ഒപ്പം ഇറങ്ങി അവന്റെയൊക്കെ സ്ഥിതി മാറി, അവരൊക്കെ വേറെ ലെവലിലായി. അവൻ ഇന്നും ഈ വലിഞ്ഞു നടക്കുക എന്ന് പറയുമ്പോൾ കെഹാത്തിനെ മറന്നു പോകരുത്. ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി, കെഹാത്യർക്ക് മാത്രം ഇസ്രായേലിംഗം യാതൊരു ഓഹരിയും അവകാശം ഉണ്ടായിരിക്കില്ല. അത് കേട്ട് കെഹാത്യൻ നെഞ്ചത്ത് കൈവച്ച് നിൽക്കുമ്പോൾ യഹോവയുടെ അരുളപ്പാടുണ്ടായി, ഞാൻ തന്നെയാണ് അവന്റെ ഓഹരിയും അവകാശവും. ഗ്ലോറി. മനസ്സിലായോ? ഒപ്പം ഇറങ്ങിയവന് വണ്ടിയും കാളയും കിട്ടി, അവന്റെ സ്ഥിതി മാറി. അവൻ ഓരോ ദിവസം കഴിയും തോറും പുരോഗമിച്ച് പോകുമ്പോൾ കെഹാത്യൻ അന്നും ഇന്നും തോളിൽ തഴമ്പുപാട്ട് നടക്കുമ്പോൾ കെഹാത്യനോട് ദൈവം പറഞ്ഞു, ഒപ്പം ഇറങ്ങിയവർ വണ്ടിയും കാളയും കിട്ടിയതും കണ്ട് നീ ഞെട്ടുകയോ നിരാശപ്പെടുകയോ ചെയ്യരുത്. അവന് കൊടുത്ത ശുശ്രൂഷയല്ല നിനക്കുള്ളത്. മാത്രമല്ല, ഇസ്രായേലിലെങ്ങും അവർക്ക് കിട്ടിയതുപോലെ യാതൊരു ഓഹരിയും അവകാശവുമില്ല. പക്ഷേ ഞാൻ തന്നെയാണ് നിന്റെ ഓഹരിയും നിന്റെ അവകാശവും. Praise the Lord. 34-ാമത്തെ വചനത്തിലേക്ക് പ്രവേശിക്കുന്നു. ഞാൻ കർത്താവിന്റെ വേലയിലായിട്ട് ഇത്രയും നാളും എന്നെ ഈ ആത്മീക ശുശ്രൂഷ യാതൊരു പരാതിയുമില്ലാതെ ഏത് ചുമടും തോളിച്ചു വെക്കാൻ തയ്യാറായി നിൽക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് ഈ ദൈവവചനമാണ്. സ്തോത്രം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാം, ഞാൻ തച്ചിനിറങ്ങി ഉപദേശിയല്ല. പിന്നെ തച്ചിനല്ലിത്, ഞാൻ ഉടമ്പടിയാ. ഞാനൊരു ആവേശത്തിലൊന്നും പറയുന്നതല്ലിത്. ഞാൻ തച്ചിനല്ല, ഞാൻ ഉടമ്പടിക്ക. പണി തീരുമ്പോ അറിയാം. അത് തന്നെ അന്ന് കണക്ക് തീർക്കും. Praise the Lord. അതാണ് എന്റെ ധൈര്യം. സ്തോത്രം. ഇവിടെ ഒന്നും കിട്ടിയില്ലെന്ന് കരുതി ഇത് ഇട്ടേച്ചു പോകാൻ തൽക്കാലം തീരുമാനിച്ചിട്ടില്ല. മൂക്കിൽ ശ്വാസമുള്ളത്തോളം കാലം, അല്പമെങ്കിലും പൾസ് ശരീരത്തുള്ളിടത്തോളം കാലം അവന്റെ സാക്ഷിയായി നിലകൊള്ളുക എന്നുള്ളതല്ലാതെ മറ്റു യാതൊരു ചിന്തയുമില്ല. അതിനുവേണ്ടി എന്ത് കഷ്ടപ്പാട് സഹിക്കാൻ റെഡിയായിട്ടാ ഇറങ്ങിയത്. യെസ്, ഇല്ല സുഖലോലുപതിക്ക് വേണ്ടിയിട്ടല്ലല്ലോ. പിന്നല്ല, കഹാത്യന്മാരൊക്കെ സൂക്ഷിച്ച് നോക്കി അവരെ കുറിച്ച് പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഏത് കയറ്റം കയറാനും ഏത് ലോഡ് ചുമക്കാനും നമുക്ക് നൽകുന്ന പ്രാണി ചില്ലറയല്ല. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. അവരെ കുറിച്ചൊക്കെ ഒന്ന് എപ്പോഴെങ്കിലൊക്കെ റിസർച്ച് ചെയ്ത് നോക്കുന്നതല്ല. ഞാൻ മടങ്ങി വരുന്നു. അബ്രഹാമിന്റെ ദൈവം പറയാണ്, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാകും. അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞേ, ഞാൻ അത് പറഞ്ഞപ്പോഴാണ് ഇങ്ങോട്ട് കയറി വന്നത്. ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലമാകും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിന്റെ വാളാന്ന് പറയാഞ്ഞതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടെ എന്താ പിന്നെ ഇവിടെ വാളിന്റെ ബിസിനസ് തന്നെ നടന്നേന്. കൃപയ തമ്പുരൻ വാളിന്റെ കാര്യം പറഞ്ഞില്ല, ഞാൻ നിന്റെ പരിചയാണെന്ന് പറഞ്ഞു. പരിച എന്ന് പറഞ്ഞാൽ അതൊരു ഒഫൻസീവ് വെപ്പണാണ്, അല്ലെ? സോറി, ഡിഫൻസീവ് വെപ്പണാണ്. പ്രതിരോധിക്കാനായിട്ടുള്ള വാള് കൊണ്ട് വെട്ടു വരുമ്പോൾ തടയാനുള്ള ഉപകരണത്തിന്റെ പേരാണ് പരിച. നിങ്ങൾ പരിച കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? കളരിപ്പയറ്റിനകത്തൊക്കെ കണ്ടിട്ടില്ലേ പരിച? ഇങ്ങനെ വാളുകൾ വെട്ടുമ്പോ ഇങ്ങനെ ഇഡലിപ്പാത്രം പോലിരിക്കുന്ന ഇഡലിത്തട്ട് പോലിരിക്കുന്ന സാധനങ്ങൾ ഇങ്ങനെ തടയുന്നല്ലേ? വേദപുസ്തകം പറയുന്ന പരിച ആ ടൈപ്പ് പരിചയല്ല. ശ്രദ്ധിക്കണേ.
വേദപുസ്തകത്തിലെ പരിചയ റൗണ്ട് അല്ല, പടയാളുടെ കഴുത്ത് മുതൽ പാദം വരെ കവർ ചെയ്ത് ഇങ്ങനെ നീളത്തിലുള്ള പരിചയം. അതിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പടയാളിക്ക് ഈ മുഖത്തിന്റെ കുറച്ച് ഭാഗം മാത്രം വെളി കാണാം, ബോഡി ഫുൾ കവർ ചെയ്യും. മനസ്സിലായോ? ബോഡി മുഴുവനും കവർ ചെയ്യുന്ന അത്രയും ലെങ്തി ആയിട്ടുള്ള ഉപകരണമാണ് വേദപുസ്തകം പഠിപ്പിക്കുന്ന പരിച. റോമൻ പടയാളികൾക്ക് ഉപയോഗിച്ച ആ ടൈപ്പ് പരിചയ. നീളത്തില നമ്മൾ കാണുന്ന കളരിപ്പയറ്റിന്റെ പരിചയ പോലത്തെ റൗണ്ട് അല്ല. അർത്ഥം വല്ലതും മനസ്സിലായോ? ഞാൻ നിന്റെ പരിചയാണെന്ന് പറഞ്ഞാൽ, അബ്രാമേ, നീ ഈ രാജാക്കന്മാരെല്ലാം ഓർത്ത് പേടിച്ചിരിക്കുകയല്ലേ? നീ പേടിക്കണ്ട, കാരണം ഞാൻ നിന്റെ പരിചയാണ്. അർത്ഥം, ഈ രാജാക്കന്മാരെന്ന് ഒരു മണച്ചരിയെങ്കിലും നിന്റെ ദേഹത്ത് വീണമെങ്കിൽ ഈ പരിച തകരാതെ നടക്കുകയല്ല. മനസ്സിലാകുന്നുണ്ടോ? ഈ പരിചയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലല്ലേ ശത്രുവിന്റെ ആക്രമണം നിന്റെ ദേഹത്ത് പതിക്കൂ. അങ്ങനെ നിന്നെ ഫുൾ കവർ ചെയ്ത് നിൽക്കുന്ന ഷീൽഡ്, പരിച, അത് ഇരുമ്പ് കൊണ്ടോ സ്റ്റീൽ കൊണ്ടോ ഉണ്ടാക്കിയതല്ല, ഞാനാണ് നിന്റെ പരിച. അർത്ഥം, അബ്രഹാമേ, ഞാൻ തകരാതെ, എനിക്ക് കേടുപാട് പറ്റാതെ, എന്നിൽ വിള്ളലുണ്ടാകാതെ, നിന്റെ ദേഹത്തൊരു മണത്തരി പോലും വീഴുകയില്ല, ഞാനാണ് നിന്റെ പരിചയെന്ന് അബ്രഹാമിന് ദൈവം ഉറപ്പ് കൊടുക്കുക. സ്തോത്രം. നിങ്ങൾക്ക് വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ലോകം വെച്ച് നീട്ടുന്നതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് യഹോവയുടെ നാമത്തിൽ കൈയുയർത്തി സത്യം ചെയ്ത് ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ദൈവത്തിന് ദൈവം കൊടുക്കുന്ന ഡിവൈൻ പ്രൊട്ടക്ഷൻ, അതെത്ര ശ്രേഷ്ഠമാണ്. കണ്ടോ? അവരുടെ ദേഹത്തൊരു മണച്ചരി പോലും വീഴുകയില്ല. ദൈവം പറഞ്ഞതിന്റെ അർത്ഥം, ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലമാണ്. നിങ്ങൾ 15-ാം അധ്യായം, ശരി, പെട്ടെന്ന് സമയം അങ്ങ് പോയി. ഈ 15-ാം അധ്യായത്തില് നിങ്ങള് എനിക്ക് ഒത്തിരി കാര്യം പറയാനുണ്ട്. നമുക്ക് പതുക്കെ അങ്ങ് പോയാലും കുറച്ചേ പഠിച്ചുള്ളതിലും പഠിക്കുന്ന ക്ലിയർ ആയിട്ട് പഠിക്കാമല്ലോ. അതിനപ്പുറം കർത്താവായ യഹോവേ, ആ പദപ്രയോഗം ശ്രദ്ധിക്കണേ, കർത്താവായ യഹോവേ. ഈ രണ്ട് പദവും അബ്രഹാം ആദ്യമായിട്ട് ഒരുമിച്ച് ഉപയോഗിക്കുന്നത് ഇവിടെ. ഒന്നുകിൽ യഹോവേ അല്ലെങ്കിൽ കർത്താവേ. കർത്താവായ യഹോവേ എന്ന് ആദ്യമായിട്ട് വിളിക്കുന്നത് ഇവിടെ. ഞാൻ നേരത്തെ ഓർപ്പിച്ചല്ലോ, ഈ കർത്താവായ യഹോവ എന്ന് ഈ രണ്ടാം വാക്യത്തിൽ വിളിക്കുമ്പോൾ ഒരിക്കൽ കൂടെ കർത്തൃത്വം അബ്രഹാം ഏറ്റു പറയുകയാണ്. നിങ്ങൾ മറന്നു പോകരുത്. ഒപ്പം ദൈവമായിട്ടുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പും വെളിപ്പെടുത്തുകയാണ് രണ്ടാം വാക്യത്തിൽ. 15-ാമത്തെ വാക്യം, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലമാകുന്നു. അതിന് അബ്രഹാം, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്ത് തരും? ഞാൻ മക്കളില്ലാത്ത നടക്കുന്നുവല്ലോ, എന്റെ അവകാശം ദമ്മേശേഖ് എലിയേസർ അത്രേ എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ ആ വിശദത്തിലേക്ക് പിന്നീട് വരാം. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പലപ്പോഴും നമ്മുടെ ദൈവത്തെ ദൈവമാക്കുന്നതിന് തയ്യാറാണ്, പക്ഷെ കർത്താവാക്കുന്നതിൽ അത്രയ്ക്ക് അങ്ങോട്ട് പലപ്പോഴും തയ്യാറാകാറില്ല. കർത്തൃത്വം നാം വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടേതായിട്ടൊന്നുമില്ല. റിമോട്ട് മൊത്തം കൈമാറ്റം ചെയ്യണം. നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലയിലുള്ള കൺട്രോൾ കൈമാറ്റം ചെയ്യുമ്പോഴാണ് ദൈവത്തെ കർത്താവ് എന്ന് വിളിക്കാൻ പറ്റുക. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഈച്ച് ആൻഡ് എവറി മൂവ്മെന്റ് ഷുഡ് ബി കൺട്രോൾഡ് ബൈ ഗോഡ് ഹിംസെൽഫ്. ദൈവത്താൽ മാത്രമേ ഒരു ചെറിയ ചലനങ്ങൾ പോലും നിയന്ത്രിക്കാൻ പറ്റൂ. എന്ന് പറഞ്ഞാൽ ഇപ്പൊ അബ്രഹാമും ദൈവം കൊണ്ട് ഒരുമിച്ച് സഞ്ചരിച്ച് വരികയല്ലേ. കർത്താവായ യഹോവേ എന്ന് പറയുമ്പോൾ ദൈവമായിട്ട് ഏറ്റെടുക്കുമ്പോൾ തന്നെ പേഴ്സണൽ റിലേഷൻഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ കർത്തൃത്വം കൂടെ ഒന്നുകൂടെ ഏറ്റു പറയാണ് അബ്രഹാം. ഞാൻ എങ്ങോട്ട് പോകണം, എവിടെ ഇരിക്കണം, എന്ത് ചെയ്യണം, ഏതെല്ലാം കാര്യം ഞാൻ ഏർപ്പെടണം, മുഴുവനും അങ്ങ് തീരുമാനിച്ചു.
എനിക്ക് എന്റേതായ യാതൊന്നുമില്ലെന്നാ പറയുന്നതിന്റെ അർത്ഥം. പക്ഷെ ആ വിളി കഴിഞ്ഞിട്ട് ചോദിച്ച ചോദ്യത്തിനകത്ത് അത് അതിനേക്കാൾ പശുവായി. ഒരു സാധാരണ മനുഷ്യന് സംഭവിക്കാവുന്ന തോൽവികളൊക്കെ അബ്രഹാമിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതും ഈ 15-ാം അധ്യായം നമുക്ക് കാണാനായിട്ട് പറ്റും. 15-ാം അധ്യായം നമുക്ക് ഓടിച്ചു പഠിച്ചാൽ ശരിയാകത്തില്ല. കാരണം ഇത് കഴിഞ്ഞുള്ള വാക്യങ്ങൾ നമുക്ക് ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 15-ാം അധ്യായത്തിന് തുടക്കത്തിൽ അബ്രഹാമും ദൈവം തമ്മിൽ എൻകൗണ്ടർ ഉണ്ടാകുന്നുണ്ടെങ്കിലും അത് കഴിഞ്ഞ് അബ്രഹാമും ദൈവം കൂടെ ഒരു ഉടമ്പടിയിലേക്കൊക്കെ വരുന്നുണ്ട്. അത് അല്പം വിശദമായി പഠിക്കാൻ നമുക്ക് നന്നായിരിക്കും. അത് അത്യാവശ്യമാണ്. ഞാൻ 2-3 വാക്യത്തിലേക്ക് ഒന്നുകൂടെ വന്നിട്ട് വേഗം എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാമേ. അവിടെ 2-ാം വാക്യത്തിൽ ഒന്നുകൂടെ ഞാൻ ആ വാക്യം വായിക്കുന്നു. ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. ഞാൻ എന്ന പ്രതിഫലം ഒട്ടും മഹത്വം കുറഞ്ഞതല്ല, അതിമഹത്തായ പ്രതിഫലമാണ്. അപ്പോൾ ഈ ദൈവിക സംരക്ഷണ വലയത്തിൽ ജീവിക്കുന്ന ഒരു ദൈവത്തിന് മാത്രമേ അതിന്റെ ശ്രേഷ്ഠത അറിയാൻ പറ്റും. ദൈവത്തിനു വേണ്ടി നിൽക്കുന്നവരോട് ദൈവം കാണിക്കുന്ന കരുതൽ ഭയങ്കര, ഇറങ്ങിത്തിരിക്കുന്നവരോട് ദൈവം കാണിക്കുന്ന നീതി. റോമാലേഖന 8-ാം അധ്യായത്തിലെ വാക്യമൊക്കെ ചിലപ്പോഴൊക്കെ ഞാൻ ഓർക്കാറുണ്ട്. തന്റെ പുത്രനെ തന്ന കാര്യം പറഞ്ഞു പറയാണ്, പുത്രനെ തന്ന ദൈവം അതോടുകൂടെ സകലതും നൽകാതിരിക്കും. റോമാലേഖന 8-ാം അധ്യായത്തിന്റെ 21-22 വാക്യമാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലെ. അതോടുകൂടെ സകലവും നിങ്ങൾക്ക് 21-22 31-32 ഒരു സംശയമുണ്ട്. ഓക്കെ, എന്തായാലും വാക്കെടുക്കണ്ട. 21-22 31-32 ഒരു സംശയവും. ഏതുവാകട്ടെ, ഞാൻ പറഞ്ഞതേ ദൈവത്തിന് വേണ്ടി നിന്ന അബ്രഹാമിനോട് ദൈവം ചെയ്ത നീതി കണ്ടോ. അതിന്റെ മറ്റൊരു രംഗമാണ് ലക്ഷ്യസ്ഥാനത്തെത്തുന്നത് വരെയും അബ്രഹാമിന് ദൈവം കൊടുക്കുന്ന ഡിവൈൻ പ്രൊട്ടക്ഷൻ. അതിന്റെ വേറൊരു പിക്ചറാണ് റോമാലേഖന 8-ാം അധ്യായത്തിന്റെ 31-32 വാക്യത്തിൽ. തനിക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത പുത്രന്റെ കാര്യം പറഞ്ഞിട്ട് പറയുകയാണ്, അങ്ങനെ ചെയ്തവൻ. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തവൻ അതോടുകൂടെ സകലം നമുക്ക് നൽകാതിരിക്കുമോ? ആ വാക്യം വായിച്ചിട്ട് സകലതും എന്ന വാക്കെ പിടിച്ചുകൊണ്ട് ആരും തുള്ളാൻ പോകരുത്. നമ്മൾ ഉദ്ദേശിക്കുന്ന സകലതും അല്ലത്. കണ്ടോ, ഈ വാക്യൊക്കെ വായിച്ചു കഴിഞ്ഞ ഉടനെ ശ്രേഷ്ഠന്മാര് പറഞ്ഞ അടുത്തിരിക്കുന്ന ആളുടെ കയ്യെ പിടിച്ചിട്ട് ഒന്നെന്ന് പറഞ്ഞാട്ടെ, സകലതും. അമ്മയെ നോക്കിക്കൊണ്ട് പറ, അപ്പനെ നോക്കിക്കൊണ്ട് പറ, സകലതും. അടുത്തിരിക്കുന്ന ആളുടെ തോളെ പിടിച്ചൊന്ന് കുലുക്കിക്കൊണ്ട് പറ, സകലതും. എടാ, ഏത് സകലതും? 8-ാം അധ്യായം മര്യാദയ്ക്ക് വായിച്ചു നോക്കണം. തേജസ്കരണമായി പറയുന്നത്. മനസ്സിലായോ? സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി തന്ന് അവന്റെ ചോര ഊറ്റി തന്ന് അത്രയും ചെയ്തവൻ പിന്നെ തേജസ്കരണത്തിലേക്കൂടെ നമ്മളെ കൊണ്ടുപോകാതിരിക്കുമെന്ന് പൗലോസ് ചോദിക്കുക. അത് നമ്മൾ അറ്റവും മുറിയവൻ. നമുക്കൊരു സംഭവം കിട്ടിയ സകലതും, സകലതും. കണ്ടോ, സകലതും. നീ കാണുന്നതൊക്കെയും സകലതും. സ്വോത്രം. ഇതെന്നാ ആദിവാസി സ്റ്റൈലുകളിൽ നടക്കുന്ന ഇടമല്ലാണ് ഇത്? സ്വോത്രം. ഇത് ഹോൾസെയിൽ കച്ചവടോ ഓഫർ ബിസിനസ് ഒന്നും അല്ല പ്രിയരെ. അവിടെ തേജസ്കരണത്തെ കുറിച്ച് പറയുക. മനസ്സിലായി? 8-1 മുതൽ 8-1 വാക്യം തന്നെ കുഴച്ചാ നമ്മുടെ മലയാളത്തിൽ കിട്ടിയത്. 8-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം എന്താ? കാണാ പറയാമോ? കാണാ പറയാൻ പറ്റും. പറ. റോമർ 8-1 എന്തുവാ? അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ക്രിസ്ത്യാനിയാണോ? അതെ അതെ. ആള് മറിഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ്. അല്ല, വീഡിയോ ഓൺ ആക്കിയാൽ ക്ലിയർ ആവില്ല. ക്രിസ്തുയേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയില്ല. പക്ഷേ ആ വാക്യം ഇങ്ങനെ നമ്മുടെ പുസ്തകത്തിലേക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്കിന് ഒരു ഭയങ്കര മിസ്റ്റേക്ക് പറ്റി. അതിന്റെ പ്രധാന പോർഷൻ അതിനകത്ത് ഇല്ല. നിങ്ങൾ ആരെങ്കിലും ഇംഗ്ലീഷ് വേർഡ് എടുത്ത് നോക്കണേ. Now therefore there is no condemnation those who are in Christ Jesus,
who walk not after the flesh, but after the spirit. ഇംഗ്ലീഷും കൂടെ നേടുകയാണ് നല്ലതായിരിക്കും ഉണ്ടെങ്കിൽ. കണ്ടോ, അത്ര ഇതിനകത്ത് ഇല്ല. Now therefore there is no condemnation of those who are in Christ Jesus, who walk not after the flesh, but after the spirit. ജഡത്തെ അനുസരിച്ച് നടക്കാതെ ആത്മാവിനെ മാത്രം അനുസരിച്ച് നടക്കുന്ന ക്രിസ്തുയേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവധിയുമില്ല. അത്രം വേണം. അതിന്റെ മലയാളത്തിന്റെ പകുതിയേ ഉള്ളൂ. ക്രിസ്തുയേശുള്ളവർക്ക് യാതൊരു ശിക്ഷാവധിയില്ല. ക്രിസ്തുയേശുവിലാണോ രക്ഷപ്പെട്ടു, തുള്ളിയും ചാടിയും കാലും പറിച്ചുകൊണ്ട് എങ്ങനെ വെള്ളും പോകാം. ശിക്ഷാവധി ഇല്ലല്ലോ. എന്തും കാണിക്കാം, എങ്ങനെയാകാം. അങ്ങനൊന്നും അല്ല പ്രിയരെ ഇത്. സ്തോത്രം. നിങ്ങൾ ആ വാക്യം വായിച്ചു നോക്ക്. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന അങ്ങനെയാണ്. Yes, therefore there is now no condemnation for those who are in union with the Christ Jesus, who walk not after the flesh, but after the spirit. ജഡത്തെ അനുസരിച്ച് നടക്കാതെ ആത്മാവിനെ മാത്രം അനുസരിച്ച് നടക്കുന്ന ക്രിസ്തുയേശുവിലുള്ളവർ, അങ്ങനെയുള്ളവർക്ക് യാതൊരു ശിക്ഷാവധി ഇല്ലെന്ന, അല്ല ക്രിസ്തുയേശുള്ളവർക്ക് യാതൊരു ശിക്ഷാവധി ഇല്ലെന്നല്ല. ജഡത്തെ അനുസരിച്ച് നടക്കുന്നുണ്ടെങ്കിൽ നീ ഉറപ്പായിട്ടും തല്ലു മേടിക്കും, യാതൊരു സംശയമില്ല. Because you are controlled by the flesh, not by the spirit. മനസ്സിലാക്കുന്നുണ്ടോ? ആ വാക്യത്തിന്റെ അർത്ഥം അതാ. നിന്നെ നിയന്ത്രിക്കുന്നത് സ്പിരിറ്റ് അല്ല, ഫ്ലഷ് ആണ്, ജഡമാണ്. ജഡത്താൽ നിയന്ത്രിക്കപ്പെടുന്നവൻ പണി മേടിക്കും. ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവൻ മാത്രമേ ജഡത്തെ അനുസരിച്ച് നടക്കാതെ ആത്മാവിനെ മാത്രം അനുസരിച്ച് നടക്കുന്ന ക്രിസ്തുയേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവധിയുമില്ല. അങ്ങനെ റോമാരുടെ ലേഖനം 8:1 അങ്ങനെയാണ് പരിഭാഷപ്പെടുത്തേണ്ടത്. അത് കൃപയാൽ നമുക്ക് ഇനി പകുതി കാര്യം കിട്ടിയല്ലോ നോക്കി ഞാൻ സന്തോഷിക്കുക. പോട്ടെ, സമയം പോലും ഞാൻ അവസാനിപ്പിക്കുക. അങ്ങനെയുള്ളവർക്ക് യാതൊരു ശിക്ഷാവധി ഇല്ലെന്ന്. കാരണം തേജസ്കരണം പറയുക, അങ്ങനെയുള്ളവരെ വേണം തേജസ്സിലേക്ക് കൊണ്ടുപോകാൻ, അങ്ങനെയുള്ളവരെ വേണം തേജസ്കരണത്തിലേക്ക് നയിക്കാൻ. അത് പറഞ്ഞിട്ടാണ് 31 വാക്യത്തിൽ വരുമ്പോൾ ഇത് സംബന്ധിച്ച്, ഏത് സംബന്ധിച്ച്? തേജസ്കരണം സംബന്ധിച്ച്. വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ചോദിക്കുകയാണ്, ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടത്? ഏത് സംബന്ധിച്ച്? തേജസ്കരണം സംബന്ധിച്ച്. സ്വന്തം പുത്രനെ ആദരിക്കാൻ നമുക്ക് കൊണ്ട് ഏൽപ്പിച്ചു തന്നവൻ അതോടുകൂടെ സകലം നമുക്ക് നൽകാതിരിക്കുമോ? തേജസ്കരണൂടെ തരാതിരിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ ഈ പറഞ്ഞ കാര്യം വല്ലതും പൊടി കിട്ടിയോ? ഞാൻ നിന്നെ കാണിപ്പാരിക ദേശത്തേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് വിളിച്ചിറക്കിയേച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്ന മുമ്പ് ഇടയ്ക്ക് വെച്ച് തട്ടിപ്പോകാൻ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ദൈവമല്ല നമുക്കുള്ളത്. തമ്പുരാൻ പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, ഞാനാണ് നിന്റെ ഷീൽഡ്, ഞാനാണ് നിന്റെ പരിച. നിന്നെ എവിടെ കൊണ്ട് നിർത്തണമെന്ന് എനിക്കറിയാം, അവിടെ വരെ ഞാൻ നിന്നെ കൊണ്ടുപോയിരിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവഗതമാണെങ്കിൽ നമുക്കെടുത്ത തിങ്കളാഴ്ച വീണ്ടും ഇതിനെ തുറന്നുള്ള ഭാഗം ശേഷം 15 കുറെ കൂടെ വിശാലമായി പഠിക്കാൻ ദൈവം കൃപ നൽകട്ടെ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു.